ഓണം അങ്ങ് എത്തിയല്ലേ. അത്തപ്പൂ എല്ലാവരും എന്താ ഓണാഘോഷം? അതും അത്തപ്പൂവിലെ മെയിൻ താരാണിതേ ഈ കാണുന്ന ബന്ദിപ്പൂ. ഞങ്ങളുടെ നാട്ടിലിന് ബന്ദിപ്പൂ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. പണ്ട് വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നൊരു ചെടിയാണ് ഇതേ ഇത്. ഇതിൻ്റെ ഓറഞ്ച് കളറും യെല്ലോ കളറും ഒക്കെ ആയിട്ട് ഒരു സൈഡ് ഫുള്ള് ഇത് തന്നെയായിരുന്നു. വീട്ടിൽ നിറയെ ചെടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പൂക്കളും. ഓണക്കാലമൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്നാണ് നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ വന്ന് പൂക്കൾ വെച്ചിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കാലമൊക്കെ പോയി. ഇപ്പം പിന്നെ ആർട്ടിഫിഷ്യൽ പൂക്കൾ തൊട്ട് ഇൻസ്റ്റൻറ്റ് പൂക്കളം വരെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ പിന്നെ പേപ്പർ വെച്ച് നമുക്കും കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ? ഒരു ക്രീപ്പ് പേപ്പറും ഈ സ്റ്റേപ്ലറും കത്രിക ഉണ്ടെങ്കിൽ അടിപൊളി ഒരു ബന്ദിപ്പൂ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യകാലത്തിൻ്റെ ഓർമ്മകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഓണാവധിയും ഓണക്കാലവും ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകളും. അപ്പോൾ എൻ്റെ ബന്ദിപ്പൂ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളിയല്ലേ?